ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ബോൺസായി ആണ് കേട്ടോ. ബോൺസായി ചെടികളെക്കുറിച്ച് ധാരാളം ആശയക്കുഴപ്പങ്ങളുണ്ട്. ഇത് ഒരു മരത്തിൻ്റെ പേരാണെന്നും ഇത് ഒരു വിദേശ സസ്യമാണെന്നും ഇവ ജനിതകമാറ്റം വരുത്തിയ മരങ്ങളാണെന്നൊക്കെ ചിലർ കരുതുന്നുണ്ട്. എന്താണ് ബോൺസായി എന്ന് നമുക്ക് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. സസ്യങ്ങൾ വളർത്തുന്നതിനുള്ള ഒരു ജാപ്പനീസ് കലയാണ് ബോൺസായി. ഇത് ജനിതകമാറ്റം വരുത്തിയതല്ല, സ്വാഭാവിക വളർച്ചയുമല്ല. പുരാതന ചൈനീസ് കലയായ പെൻസായിയിൽ നിന്നാണ് ബോൺസായി ഉത്ഭവിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ കലയിൽ യഥാർത്ഥ വൃക്ഷം ഒരു മിനിയേച്ചർ വലുപ്പത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല റേറ്റ് തന്നെയാണ് ബോൺസായി ഇനങ്ങൾക്ക് വരുന്നത്. നിങ്ങളൊരു ബോൺസായി മരം വീടിനുള്ളിൽ സൂക്ഷിക്കാൻ പദ്ധതിയിടുമ്പോൾ ചെടിയെ ഹൈലൈറ്റ് ചെയ്യാനായി വലതു കോണിലാണ് സ്ഥലം നോക്കേണ്ടത്. എപ്പോഴും ബോൺസായി നടാനായിട്ട് ആഴം കുറഞ്ഞ പാത്രങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. റൂട്ട് ബോൾ തയ്യാറാക്കൽ, റൂട്ട് ബോൾ മണ്ണിൽ സ്ഥാപിക്കുക, മരം രൂപപ്പെടുത്തുക എന്നീ 3 ഘട്ടങ്ങളിലൂടെയാണ് ബോൺസായിയുടെ വളർത്തുരീതി വരുന്നത്. നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി വളരുന്ന ബോൺസായി ചെടികൾ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. ബോൺസായി ചെടികൾ സ്റ്റൈലിംഗ് ചെയ്യുന്നത് സർഗാത്മകവും എന്നാൽ അതേസമയം വെല്ലുവിളി നിറഞ്ഞതുമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാണുന്നതിന് നിങ്ങളുടെ മരം വെട്ടിമാറ്റാൻ ശാഖകൾ മുറിക്കുക. ഒരേ ഉയരത്തിൽ 2 ശാഖകളുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കട്ടിയുള്ള ശാഖകൾ വളരുന്നുണ്ടെങ്കിൽ ഒരു ശാഖ വെട്ടിമാറ്റുക. അസ്വാഭാവിക രൂപത്തിലുള്ള ഏതെങ്കിലും ശാഖകളുണ്ടെങ്കിൽ അതും മുറിച്ച് കളയേണ്ടതാണ്. മരം വളയ്ക്കാനും രൂപപ്പെടുത്താനും ഒക്കെ നമ്മുടെ ചെമ്പുകമ്പി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ബോൺസായി മരം വീടിനുള്ളിൽ സൂക്ഷിക്കുമ്പോൾ ഷേപ്പിംഗ് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. കട്ടിയുള്ള ശാഖകൾ വെട്ടിമാറ്റാൻ കോൺകേവ് കട്ടറുകൾ വാങ്ങുന്നത് വളരെ നല്ലതാണ്. മഴക്കാലമോ വസന്തകാലമോ പോലുള്ള മാസങ്ങൾ മാത്രം വേണം ഇതിനായിട്ട് തിരഞ്ഞെടുക്കാൻ. കൂടാതെ ബോൺസായി ചെടികൾക്ക് വളരെയധികം പരിചരണവും ശ്രദ്ധയും ആവശ്യമാണ്. മറ്റ് വീട്ടുചെടികളെപ്പോലെ അവയെ നട്ടുപിടിപ്പിച്ച് സ്റ്റൈലിംഗ് ചെയ്താൽ മാത്രം പോരാ. ബോൺസായി മരം നനയ്ക്കുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. ആഴം കുറഞ്ഞ പാത്രങ്ങൾ മിക്ക ബോൺസായി ചെടികളുടെയും മണ്ണ് വരണ്ടതാക്കും. മണ്ണ് നന്നായി നനയ്ക്കാൻ നിങ്ങൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നാൽ ചെടികൾ അമിതമായിട്ട് നനയാതിരിക്കാനും ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ വേരുകളൊക്കെ ചീഞ്ഞ് അഴുകിപ്പോകും. നിങ്ങളുടെ ചെടിക്ക് ആവശ്യമായ വെള്ളത്തിൻ്റെ അളവ്, ചെടിയുടെ വൈവിധ്യം, നിങ്ങളുടെ പ്രദേശത്തിൻ്റെ കാലാവസ്ഥ, മണ്ണിൻ്റെ മിശ്രിതം എന്നിവയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. മറ്റു ചെടികളെപ്പോലെ തന്നെ വളങ്ങൾ ഇടൽ, റീപോട്ടിംഗ് ഇതെല്ലാം ഈ ചെടിക്കും നമ്മൾ ചെയ്തു കൊടുക്കേണ്ട പ്രധാന കാര്യങ്ങളാണ്. തിരഞ്ഞെടുക്കുന്ന ചെടിക്ക് അനുയോജ്യമായ ശരിയായ മണ്ണ് മിശ്രിതം തന്നെ നമ്മൾ ഉപയോഗിക്കണം. അനുയോജ്യമായ മണ്ണ് മിശ്രിതം വേരുകളിൽ വെള്ളം കയറാതെ നിലനിർത്തുന്നു. ശരിയായ പരിചരണം നൽകുകയാണെങ്കിൽ നന്നായി വളർന്ന ബോൺസായി മരങ്ങൾ നൂറ്റാണ്ടുകളോളം നിലനിൽക്കും. ബോൺസായി ചെടികളുടെ ഗുണങ്ങൾ നമ്മുടെ വീടുകളിലെ അന്തരീക്ഷത്തിന് വളരെ നല്ലതാണ്. വീടിനുള്ളിൽ ഒരു ബോൺസായി മരം ഉണ്ടെങ്കിൽ അത് ഓക്സിജൻ പുറത്തുവിടുന്നതിലൂടെ നമ്മുടെ വീടിനുള്ളിലെ വായുവും ശുദ്ധീകരിക്കുന്നു. പുറത്ത് ബോൺസായി ചെടികൾ ഉള്ളതിന് സമാനമായ ഗുണങ്ങളുണ്ട്. അതോടൊപ്പം സമ്മർദ്ദം അകറ്റുന്നതിനോ ധ്യാനിക്കുന്നതിനോ ഉള്ള ഒരു ഗ്രീൻ സോൺ പ്രദാനം ചെയ്യുന്നു. അന്തരീക്ഷത്തിലെ ഈർപ്പം നിലനിർത്തുന്നതിനാൽ വരണ്ട ചർമ്മം, തൊണ്ടവേദന, ജലദോഷം എന്നിവയുടെ ആവൃത്തി കുറയ്ക്കാനായിട്ട് ഒരു ബോൺസായി മരത്തിന് വീടിനുള്ളിൽ കഴിവുണ്ട്. ബോൺസായി മരത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര ഭാഗം വെച്ച് അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.